Good morning, have a nice day. Let us continue our classes. Previously, we completed a poem called Mentingall by Robert Frost. Whether the poet is able to make a final solution of his inquiry, whether walls are necessary to maintain good relationship. What is your reflection about the experience of the poet? റോബർട്ട് ഫ്രോസ്റ്റിനെ തൻ്റെ കവിതയിലൂടെ താൻ ഉദ്ദേശിച്ച ഒരു ആൻസർ കണ്ടെത്താൻ പറ്റി എന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം the neighbor is not able to follow him. Neighbor is always very strict and strongly believed in his ideologies. So the poet failed to make any change. And then I am asking you another question. What's the base of maintaining good friendship? നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ അതിന് ഒരുപാട് വർഷത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്കത് ഷോർട്ടായിട്ട് വരുന്നൊരു ഫ്രണ്ടായിരിക്കാം, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും, അല്ലേ? നല്ല സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും സാമൂഹിക ജീവിയായ മനുഷ്യന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്, അല്ലേ? ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് റിലേഷനിലെ ആളിനേക്കാളും നമുക്ക് ഒരുപാട് നമ്മളെ സഹായിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ആർക്ക് മാത്രമായിരിക്കും? നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമായിരിക്കും, അല്ലേ? അപ്പോൾ നിസ്സാരമായ കാര്യം പറഞ്ഞുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് നശിച്ചു പോകുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. അത് ആദ്യ കാലഘട്ടങ്ങളിൽ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ വളർന്ന് വലിയൊരു പ്രൊഫഷനിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പല ഫ്രണ്ട്ഷിപ്പുകളും പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോകുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിലേഷൻസുകൾ ഉണ്ടാവണം, അതുപോലെ നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെയാണ് സാമൂഹ്യ ജീവിതം എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യനിൽ ഏറ്റവും എഫക്റ്റീവാക്കി മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ബേസിക്കലി മെൻ ഈസ് എ സോഷ്യൽ ബീയിങ്. അയാൾക്ക് ഒരിക്കലും ഫാമിലി സപ്പോർട്ട് മാത്രം പോരെ, നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം, അല്ലേ? അത് പ്രൊഫഷണലായാലും പഠിത്തത്തിലായാലും അങ്ങനെ നല്ല കുറേ റിലേഷൻസുകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യം എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പാഠത്തിൽ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ രണ്ടാമത് പഠിക്കുന്ന പാഠത്തിൻ്റെ ഒരു ചെറിയ ഒരു റിഫ്ലക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അല്ലേ? ആൻഡ് ദെർ ഈസ് എ ലെസൺ ദാറ്റ് എക്സ്പോസ് the importance of maintaining good relationship in our society. സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറയുന്ന വളരെ ഡെപ്തുള്ള ഒരു ലെസണുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഐ ആം റിവീലിംഗ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ദാറ്റ് ഈസ് കോൾഡ് ആമിഗോ ബ്രദേഴ്സ്. ആമിഗോ ബ്രദേഴ്സ്. പീലി തോമസ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് ഇത് എഴുതിയത്. ഓക്കെ, അപ്പോൾ ആരാണ് പീലി തോമസ് നമുക്ക് മനസ്സിലാക്കണം. ഹീ ഈസ് എ റൈറ്റർ, ലെക്ചറർ ആൻഡ് എൻ ആക്ടിവിസ്റ്റ് ഓഫ് മോഡേൺ ടൈംസ്. അദ്ദേഹം ഹി വർക്ക്ഡ് എമംഗ് ദ സ്ട്രീറ്റ്സ് ചിൽഡ്രൻ ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം വായിച്ചു നോക്കിയാൽ ഇൻ ദ ബിഗിനിങ് സ്പെൽ ഹി വാസ് എ വാണ്ടറിങ് ചൈൽഡ്. പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി മേ ബി ട്രാവൽഡ് ഇൻ എ റോങ് ചാനൽസ്. ആസ് എ റിസൾട്ട് പലപ്പോഴും പ്രിസണിൽ പോലും കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു പയ്യനായിരുന്നു. അങ്ങനെയൊക്കെ ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത മേഖലയിൽ സഞ്ചരിക്കുകയും and all these things he realized later through his parents. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ റൈറ്റിങ്സുകളിലും ഈ വഴിതെറ്റി പോകുന്ന യൂത്തിനെ നേരെ കൊണ്ടുവരാനുള്ള വല്ലാത്തൊരു ധാർമ്മികത, എ റെസ്പോൺസിബിലിറ്റി എപ്പോഴും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്
എന്ന് പറയുന്ന ഒരു ഫാക്റ്റിനെ സൗഹൃദം എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിലൂടെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്ന് പറയുന്നത് അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ ലെസൺ. അപ്പോൾ ദിസ് ഈസ് ദ ഓതർ ആൻഡ് ഹിസ് നെയിം ഈസ് നോൺ ആസ് പിരി തോമസ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗ്രേറ്റ് വർക്കുകളും അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് പുസ്തകങ്ങളിലും അദ്ദേഹം എപ്പോഴും യൂത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ തൻ്റെ ജീവിത അനുഭവങ്ങളായിരിക്കാം പെരി തോമസിനെ അങ്ങനെ ഒരു മോട്ടിവേറ്ററിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? അമിഗോ ബ്രദേഴ്സ് എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എൻഡ്യൂറിങ് ഫ്രണ്ട്ഷിപ്പ്. ഒരിക്കലും നശിക്കാത്ത ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് സ്റ്റോറീസ് already written by eminent persons in English literature related to friendship and its importance. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു ലെസൺ എന്ന് പറയുന്നത് ആഫ്റ്റർ 20 years എന്ന് പറയുന്ന ഒരു ലെസൺ ഉണ്ട്. ഒരു ചെറിയ കഥയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ക്രിയേറ്റഡ് ബൈ ഒ ഹെൻറി. ഒ ഹെൻറി എന്ന് പറയുന്ന ഇറ്റ്സ് എ പെൻ നെയിം. അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ റൈറ്ററുടെ ഒരു നല്ല സ്റ്റോറിയാണ് എന്ന് പറയുന്നത് ആഫ്റ്റർ 20 years. നമ്മൾ ഇന്ന് കാണുന്നവരായിരിക്കത്തില്ലല്ലോ. 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ഡിസിഷൻസിന് മാറ്റം ഉണ്ടാവും. പലപ്പോഴും പല ഡിസിഷന് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് വി മേ ബി അഷെയിംഡ് അവേഴ്സെൽഫ്. നമുക്ക് തന്നെ സ്വയം ലജ്ജ തോന്നുകയും ചെയ്യും. ഞാനാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതെന്ന് തോന്നുന്നത് പോലും നമുക്ക് ചെയ്യും, അല്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നൊരു കഥയാണ് ഏത് ആഫ്റ്റർ 20 years. ഇതേ രണ്ട് വാഗബോണ്ട് ആയിട്ടുള്ള രണ്ട് പയ്യന്മാർ, ദേ സ്പെൻഡ് ഓൾ ടൈം ടുഗെദർ, അല്ലേ? ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഏജ് ഓഫ് വെരി ചാലഞ്ചിങ്. 12 to 19. അത് ബോയ്സിനായാലും ഗേൾസിനായാലും നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പാടാം. കാരണം പാരൻസിനെല്ലാം ഒന്ന് റിപ്പൽ ചെയ്ത് പോകാനും ഫ്രണ്ട്സാണ് അവരെല്ലാം എന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടമാണ്. ഇവൻ അച്ഛനും അമ്മയും പോലും അവരെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്ന കാലഘട്ടവും ഏതാണ്? ബിറ്റ്വീൻ 12 and 19 years ഓഫ് ഓൾഡിലായിരിക്കും. അവസാനം അവർ തീരുമാനിച്ചു, നമ്മൾ ഒരുമിച്ച് പോയിട്ടൊന്നും കാര്യമില്ല. നത്തിങ് ക്രിയേറ്റ് ഇൻ അവർ ലൈഫ്. പേഴ്സണൽ ഗ്രോത്ത് നിനക്കും ഉണ്ടാകുന്നില്ല, എനിക്കും ഉണ്ടാകുന്നില്ല, പിന്നെ എന്തിനാ ഈ ബന്ധം? സോ ദേ ഡിസൈഡഡ് ടു സെപ്പറേറ്റ്. മോറോവർ ദേ ഡിസൈഡഡ് one thing more, and they should meet again exactly after 20 years. Same place, same time, same way എന്ന് പറയുന്ന രീതിയിലാണ് പിരിഞ്ഞു പോയത്. വർഷങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ? പക്ഷേ രണ്ടുപേരും രണ്ട് രീതിയിലാണ് അവർ വളർന്നത്. വൺ മാൻ ബിക്കെയിം എ പോലീസ് ഓഫീസർ, അനദർ ബിക്കെയിം എ വാണ്ടഡ് ക്രിമിനൽ. ദിസ് ഈസ് എ സ്റ്റേജ്. അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടാവും. ഈ പോലീസ് ഓഫീസർ അന്വേഷിക്കുന്ന ക്രിമിനലാണ് തൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് ഇയാൾ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. എന്നിട്ടും വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട ക്രിമിനൽ എന്നെനിക്കിപ്പോൾ പറയാൻ പറ്റും, അയാൾ എന്ത് ചെയ്തു? ഈ ബെനുവിന് വരികയും അയാളെ കാത്തിരിക്കുകയും ചെയ്തു. ആൻഡ് ഹി ആൾസോ കെയിം, ദ പോലീസ് ഓഫീസർ ആൾസോ കെയിം ആൻഡ് saw him, a person is in darkness who is lighting his cigarette. സിഗരറ്റ് കത്തിച്ചപ്പോൾ ആ പ്രകാശം കൊണ്ട് ഇയാളുടെ മുഖം ആര് തിരിച്ചറിഞ്ഞു? പോലീസ് തിരിച്ചറിഞ്ഞു. ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു അറസ്റ്റ് ഹിം. ഗോ ബാക്ക് ആൻഡ് സെൻഡ് 2 persons ആൻഡ് ടേക്ക് ഹിം ഓഫ്. അപ്പോൾ അവിടെ നോക്കി അദ്ദേഹം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ പ്രൊഫഷണൽ ഒരുപാടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യപ്പെടും? നമ്മൾ ചില സൗഹൃദങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണമായും ചിലപ്പോൾ അത് മറക്കാൻ ചില സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കാം. അതായത് ഈ തൊഴിൽപരമായ മത്സരങ്ങൾ വരുമ്പോൾ വ്യക്തിബന്ധങ്ങളും മറ്റുള്ള ഈ സൗഹൃദങ്ങളും എല്ലാം ചിലപ്പോൾ ആർക്കും കാത്തുസൂക്ഷിക്കാൻ പറ്റാതെ എന്ത് ചെയ്യും? നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കുള്ള അങ്ങനെ ഒരു സാഹചര്യം വന്നുവെങ്കിൽ തന്നെയും അതൊക്കെ റെക്ടിഫൈ ചെയ്ത് സൗഹൃദത്തെ എപ്പോഴും മാനിക്കുന്ന രണ്ട് പ്രൊഫഷണൽ ആൾക്കാരെ നമ്മൾ കാണാൻ പോകുന്ന ഏത് പാഠത്തിലൂടെ? ആൻഡ് ത്രൂ ദ ലെസൺ അമിഗോ ബ്രദേഴ്സ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് നേരിട്ട് ടെസ്റ്റിലേക്ക് പോകാം. ടെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഓതർ നിങ്ങൾ വായിക്കുക. കാരണം ഇനിയുള്ള ലെസൺസ് 3-4 ഒരുപാട് ലെന്തിയാണ്.
അത് പാർട്ട് 1, 2, 3 തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് വായിക്കാൻ നിൽക്കാത്തത്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കാൻ ശ്രമിക്കൂ. ഓക്കെ, സോ ഓൺലൈൻ വന്ന ശേഷം നമ്മൾ എല്ലാ രീതിയിലും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നവരല്ലേ? അത് തന്നെ നല്ല സാമൂഹിക ചിന്താഗതിയുടെ ഏറ്റവും വലിയ പ്രൂഫ് അല്ലേ? അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ടു കോറിലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു വലിയ മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. കാരണം നമ്മൾ മനുഷ്യനൊക്കെ പറയുന്നത് മനനം ചെയ്യാൻ പറ്റുന്നവനാണ് മനുഷ്യൻ. ഓക്കെ, ദ പ്രസൻസ് ഓഫ് എ വാൾ ബിറ്റ്വീൻ ഓർക്കിഡ്സ് ഡസ് നോട്ട് എൻഷ്യൂർ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൈബേഴ്സ്. അല്ലേ? ഒരു വാൾ ഉണ്ടായിട്ട് പോലും നൈബേഴ്സ് തമ്മിലൊരു നല്ലൊരു ബന്ധം അവിടെ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടായില്ല, അല്ലെ ബന്ധം അവിടെ ഉണ്ടായില്ല എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ പാഠം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. Is the act of building the wall of acknowledging the neighbor's request that really establishes the relationship? അല്ലേ? നൈബർ പറയുന്നു വാൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. പോയിട്ട് പറയുന്നതാണ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ വാൾ എന്ന് പറയുന്നത് നെസസിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല എന്ന് പറയുന്നത്. ഡു യു റിയലി നീഡ് വാൾസ്? ഡു വി റിയലി നീഡ് വാൾസ്? നമുക്ക് വാളിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. ഷുഡിൻറ്റ് വി ഡെയർ ടു ഗോ ബിയോണ്ട് ദ ബൗണ്ടറീസ്? അല്ലെ, നമ്മൾ ബൗണ്ടറികൾ കടന്നു പോകുമ്പോൾ മാത്രമാണ്, ആ വിശാലമായൊരു മൈൻഡ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സൗഹൃദങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത്, എപ്പോഴും മാനിക്കപ്പെടുകയും അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും ബന്ധങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ടാക്കിയാൽ ബന്ധങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാവത്തില്ല, ഒരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് ഈസ് എ സൈക്കോളജിക്കൽ ആസ്പെക്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല, അല്ലേ? കാരണം സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അവിടെ ഡ്രോബാക്കുകളും പോസിറ്റീവ്സും ഉണ്ടാവും. ആ ഡ്രോബാക്സിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും റിയൽ ആയിട്ട് മാറുന്നത്. അങ്ങനെ ഒരു കഥയാണ് ഇത് ആമിഗോ ബ്രദേഴ്സ്. ആമിഗോ മീൻസ് എന്താണ്? തിക് ഫ്രണ്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആമിഗോ ബ്രദേഴ്സ് നോക്കൂ. ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗസ് വെയർ ബോത്ത് 17 years old. നമ്മൾ 2 ആൾക്കാരെയാണ് കാണുന്നത്, 2 ബോയ്സിനെയാണ്, 2 പയ്യന്മാരെയാണ്. അതായത് നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന പയ്യന്മാരെ പോലെ തന്നെ 10-17 വയസ്സുള്ള അല്ലാത്ത ഈ നടക്കുന്ന കാലഘട്ടം. ആര് പറഞ്ഞാലും എതിർക്കാനും എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ, ആ കാലഘട്ടമാണ് എന്ന് പറയുന്നത് 17 years എന്ന് പറയുന്നത്. ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗസ് വെയർ ബോത്ത് 17 years old. 2 പേർക്ക് എത്ര വയസ്സുണ്ട്? 2 പേർക്കും 17 വയസ്സ് പ്രായമുള്ള 2 പയ്യന്മാരെ. They were so together in friendship. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഉണ്ടായെന്നല്ല, എത്രയോ വർഷങ്ങളായി അവരെന്താണ് ഫ്രണ്ട്സായി ജീവിക്കുന്നവരാണ്, അല്ലേ? ഫ്രണ്ട്ഷിപ്പ് that they felt themselves to be brothers. ഇത്രയും കാലം ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ അവർക്ക് തോന്നലുണ്ടാക്കുകയാണ്, നമ്മൾ വെറും ബ്രദേഴ്സ് അല്ല, ആക്ച്വലി വി ആർ റിയലി ബ്രദേഴ്സ് എന്നൊരു തിരിച്ചറിവ് അവർ 2 പേരും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ബ്രദറിനെ സ്നേഹിക്കുമ്പോൾ ആ ഡ്രോബാക്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും, ചില വഴക്ക് കൂടും, അല്ലേ? എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യപ്പെടും, എഗെയിൻ നമ്മൾ കം ബാക്ക് ടു ദ പ്രീവിയസ് സ്പെല്ലിലേക്ക് വരാറില്ലേ? അതുപോലെ സൗഹൃദങ്ങളുള്ള, അല്ലേ, ഒരുപാട് സ്നേഹമുള്ളപ്പോഴായിരിക്കും വഴക്കുണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാക്കിയായിരിക്കും, അല്ലേ? ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ശാസിക്കുകയും വഴക്ക് കുറയും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്നാണ് പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത്. അത് സാധാരണക്കാരൻ്റെ ഒരു അപക്വമായ ചിന്താഗതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ആരോടെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ടോ? ഒരു അധ്യാപകൻ നിലയ്ക്ക് എനിക്കെങ്ങനെ എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിനകത്ത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോയി വഴക്ക് പറയുന്നുണ്ടാവും, അത് അപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ചില റിയാക്ഷൻസ് മാത്രമാണ്. There is no permanent hatred in my mind to my dear students. Keep in your mind. Okay. They have known each other since childhood. കുഞ്ഞുനാളിൽ തന്നെ അവർക്ക് പരസ്പരം അറിയാവുന്നതായിരുന്നു. They know each other. And growing up on the lower east side of Manhattan in the same building. മാൻഹാറ്റൻ എന്ന് പറയുന്ന ടൗണിലെ സെയിം ബിൽഡിങ്ങിലാണ് ഈ 2 കുട്ടികളും ജനിച്ച് കളിച്ച് വളർന്നത്.
They were inseparable companions. ആരൊക്കെ പേര് ഇതാണ്? ആരൊക്കെ പേര്? ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗസ്. They were 17 years old boys, always together. Very early age stage, they started the friendship. Now they are feeling they are not only brothers but also great എന്താണ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ചിന്താഗതിയിലേക്ക് അവർ ആ റിലേഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, വളർത്തിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണ്? ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗസ്. ഒറ്റ ഡെസിഗ്നേഷനെ പറയുള്ളൂ. ദേ വെയർ 17 years old boys, believed they were great എന്താണ് ബ്രദേഴ്സ്, നോട്ട് ഓൺലി ഫ്രണ്ട്സ്, അല്ലേ? ദെൻ ഇനി നമുക്ക് ആന്റോണിയോ എങ്ങനെ ഇരിക്കും, അല്ലെ? ഒരാളുടെ കാഴ്ചയിൽ ഇപ്പോൾ നമ്മൾ കഥ പറയുമ്പോൾ അയാൾ നമുക്കൊരു ഐഡിയ വേണ്ടേ, ഇന്ന പോലെ ഇരിക്കുന്നതാണ്, അല്ലെ ഇന്ന പോലെ മുഖമുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ ഒരു ഐഡന്റിറ്റിയാണ് ഇനി അടുത്ത പാരഗ്രാഫ് തന്നിരിക്കുന്നത്. ആന്റോണിയോ വാസ് ഫെയർ. കാരണം നല്ല ഫെയർ ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു പറയുന്നത് ആന്റോണിയോ. ഓക്കെ. ലീൻ ആൻഡ് ലാങ്കി. ലീൻ മീൻസ് നല്ല മെലിഞ്ഞ പയ്യൻ. ലാങ്കി മീൻസ് അവന്റെ എല്ലൊക്കെ ഞാൻ തെളിഞ്ഞ് കാണാൻ പറ്റും. പക്ഷെ ആള് നല്ല പവർഫുൾ ആണ്. അതാണ് ആരെന്ന് പറയുന്നത്? ആന്റോണിയോ. അപ്പൊ ആന്റോണിയോ ഇഷ്ടപ്പെട്ടോ? ആന്റോണിയോ വളരെ ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻസം ആയിട്ടുള്ള നല്ല തടിയൊന്നും ഇല്ലാത്ത ഒരു ഫെയർ ബോയ് ആണ് ആരെന്ന് പറയുന്നത്? ആന്റോണിയോ, അല്ലേ? വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്. മറ്റൊരാളെന്ന് പറയുന്നത് ഡാർക്കാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ് അവരെന്ന് പറയുന്നത്. ആൻഡ് ദി ഡാർക്ക്, ഷോർട്ടാണ്, ഡാർക്കാണ്, പിന്നെ വലിയ പൊക്കമൊന്നുമില്ല, അല്ലേ? ഷോർട്ടാണ്. ആൻഡ് ഹസ്കി, അർത്ഥം എന്താണ്? ആള് സ്ട്രോങ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരിൽ ഒരുപാട് വൈവിധ്യമുള്ള തന്നെയും ഫിസിക്കൽ സ്റ്റാമിനയിൽ രണ്ടുപേരും ഈ വളരെ ഈക്വലാണ്. തടി കൂടുതലുള്ള ആളിനാണ് ആരോഗ്യം കൂടുതലൊന്നും പറയാൻ പറ്റില്ല. തടിയില്ലാത്ത ആളിന് ആരോഗ്യം ഇല്ല പറയാൻ പറ്റില്ല, അല്ലേ? ഇത് ഓരോ ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് ആണ് പല അപ്പിയറൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത് കാണുന്നത്, അല്ലേ? അപ്പോൾ അതിൽ ആ ഓരോ ബോഡിയിലെയും മെറ്റബോളിസവും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഈവൻ ഇമ്മ്യൂണിറ്റിയിൽ പോലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, അല്ലേ? നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിൽ 103 വയസ്സ് പ്രായമുള്ള ഒരാൾ കോവിഡിൽ നിന്ന് പൂർണ്ണമായും രോഗമുക്തി നേടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഉണ്ടാവുക, അദ്ദേഹത്തിന്റെ ഏജിനെ അല്ല, അല്ലേ? നമ്മളിത് ഏജ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സങ്കല്പം മാത്രമല്ലേ. ഇതിപ്പോൾ 2024 നമ്മൾ പണ്ടേ ഇങ്ങനെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ മാത്രമാണ്. 360 ദിവസം കഴിയുമ്പോഴാണ് ഒരു വർഷമായി മാറുന്നത്. എവിടെ ഉപയോഗിച്ചിട്ടുണ്ടാ എല്ലാവരും വിശ്വാസം, അല്ലേ? അല്ലാതെ ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം കഴിയുമ്പോൾ ഇത്ര ഏജ് ആയി, ഇപ്പൊ 365 വേണ്ട. ഇനിയിപ്പോ ഗവൺമെന്റ് പറയാണ് ഒരു വയസ്സ് പൂർത്തിയാവാൻ 210 ദിവസം മതി എന്ന് വെച്ചാൽ അത്ര മതി, അല്ലേ? അപ്പൊ അതല്ല. അപ്പോൾ ആ നിഗമനങ്ങളല്ല, നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പവർ, അത് എന്താണ്? ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ആൻഡ് ആന്റോണിയോ ഹെയർ വാസ് ഓൾവേസ് ഫോളിങ് ഓവർ ഹിസ് ഐസ്. കാരണം പയ്യനത് ചെത്ത് പയ്യൻ എന്നൊക്കെ പറയുന്നതൊക്കെ, മുടിയൊക്കെ ഞാൻ ഫ്രണ്ടിലോട്ട് വളർത്തിയിട്ടുണ്ട്, കണ്ണൊക്കെ ഞാൻ മറഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റൈലിഷ് ബോയ് ആണ് ആയിരുന്നു പറയുന്നത് ആന്റോണിയോ. ഓൾവേസ് ഫോളിങ് ഓവർ ഹിസ് ഐസ് വൈൽ ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ. ഇയാളെ തലമുടി നല്ല കറുപ്പാണ്, ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. ഒരു സാധാരണ ആഫ്രിക്കൻ സ്റ്റൈലിൽ ഇയാൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മുടി വെച്ചിട്ടുണ്ട്. കാരണം പറ്റ വെട്ടിയ ഒതുക്കിയ ഒരു രീതിയിലാണ് പുള്ളി തൻ്റെ മുടി കീപ്പ് ചെയ്തത്. പലരും പല രീതിയിലാണല്ലോ മുടിയും സ്റ്റൈലും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? മുടി ഇല്ലാത്ത എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് ചിന്തിക്കേണ്ട കാര്യമില്ല. യെസ്. Each youngster had a dream of someday becoming lightweight champions of the world. ഈ പ്രായത്തിലേക്ക് നമ്മൾ ഡ്രീം ചെയ്യുന്നത്, അല്ലേ? 12 വയസ്സ് മുതൽ 19 വയസ്സ് ഭയങ്കര ഡ്രീമിംഗ് ഒക്കെയാണ്. നമ്മൾ വളരെ സെൽഫ് കോൺഷ്യസ് ആയിരിക്കും നമ്മളെ കുറിച്ച്, അല്ലേ? ഇവിടെ പോകുമ്പോൾ നമ്മൾ ഇത്രയും വൃത്തിയായിട്ടൊക്കെ പോകും. 10 പേര് കാണാൻ നമ്മൾ വൃത്തിയായിട്ട് പോയിരിക്കും, അല്ലേ? മറ്റുള്ളൊരു ഇംപ്രഷനും അല്ലെങ്കിൽ മതിപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമം ഉണ്ടാവും. ഈ പൊടിമീശയെ കൊടുത്തു വരുന്ന സമയമായിരിക്കും, അല്ലേ? 24 മണിക്കൂറും കണ്ണാടി ഫ്രണ്ടിൽ പോയി നോക്കുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്കുള്ള ചേഞ്ച് ഉണ്ടാവുന്ന സമയമാണ്. അപ്പോഴാണ് നമുക്ക് ഇന്നതുപോലെ ആകണം ആഗ്രഹിക്കും, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഡ്രീംസുകളെല്ലാം ആർക്കുണ്ടായിരുന്നു? ഈ പയ്യന്മാർക്കും ഉണ്ടായിരുന്നു. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം ഓഫ് സം ഡേ ബിക്കമിങ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്.
അപ്പോൾ അവരെ പ്രൊഫഷൻ എന്തായാലും അവരെ ഏറ്റവും വലിയ ഡ്രീം എന്തായിരുന്നു? ബോക്സിംഗ് ചാമ്പ്യന്മാരായി മാറുക. അതിനുവേണ്ടി അവർ ഡേ ആൻഡ് നൈറ്റ് ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാർ. ആൻഡ് ഈ സ്വപ്നം അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം അവർക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റാത്ത യഥാർത്ഥ ഡ്രീമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. They want to become the lightweight champions. That's a dream in the mind of both boys. ആരൊക്കെയാണ്? To Antonio and Felix have a same dream. Okay. Every chance they had, the boys worked out. അല്ലേ? കാരണം അതിനു വേണ്ടി 24 hours ഫിസിക്കലി ഫിറ്റ്നസ് ഉണ്ടാവണം. കിട്ടുന്ന അവസരം എല്ലാവരും എന്ത് ചെയ്യും? അതിനു വേണ്ടി യൂസ് ചെയ്യും. അല്ലേ? ആൻഡ് ദേ വർക്ക്ഡ് ഹാർഡ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം, സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ്. അവിടെയൊക്കെ അവരുണ്ടാവും. അവിടെയൊക്കെ അവരെന്താണ്? എന്തെങ്കിലും പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് ഈ പയ്യന്മാർ എപ്പോഴും അവിടെയൊക്കെ ഉണ്ടാവും. ഏർലി മോർണിംഗ് സൺറൈസസ് വുഡ് ഫൈൻഡ് ദം റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്. അതിരാവിലെ ഡ്രൈവ് നദി എന്ന് പറയുന്ന നദിക്കരയിൽ അടുത്തുകൂടി ഞാൻ ഓടിപ്പോകുന്ന കാണാൻ പറ്റും. സൂര്യോദയം ഉണ്ടാകുമ്പോൾ അവരെന്താണ്? രാവിലെ ഓടുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ആൻഡ് ദെയർ ഫിറ്റ്നസ് ഫോർ ദ പ്രൊഫഷൻ. റാപ്ഡ് ഇൻ സ്വെറ്റ് ഷർട്ട്സ്. ഒരുപാട് ഓടുമ്പോൾ എന്താ ശരീരം വിയർക്കാറില്ലേ? നമ്മുടെ ഷർട്ടൊക്കെ എന്ത് ചെയ്യും? ഷർട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ചേർന്ന് റാപ്പ് ചെയ്യും, പൊതിഞ്ഞൊക്കെ ആയിപ്പോവും, വിയർപ്പ് കൊണ്ട് ഒട്ടിപ്പോവും. ഷോർട്ട് ടവേഴ്സ് റൗണ്ട് ദിയർ നെക്സ്. അത് എന്താണ്? ടവലൊക്കെ ധരിച്ചിട്ട് ടവൽ കറക്കിയിട്ടിട്ടുണ്ട് എന്താ ടീഷർട്ടൊക്കെ ഇട്ട് ഓടുന്നത്. അത് നനഞ്ഞ് കുളിച്ച് എന്താണ് ഈ ബോഡിയോട് റാപ്പ് ചെയ്തിരിക്കുന്ന പോലെ മാറിയിട്ടുണ്ട് ആ ഡ്രസ്സ് എന്ന് പറയുന്നത്. വൈൽ സം യങ്സ്റ്റേഴ്സ് വെയർ ഇൻ ടു സ്ട്രീറ്റ്. അല്ലേ? പിന്നെ എന്ത് കാണുമ്പോഴും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ജനിച്ച കുറേ ആൾക്കാർ ഈ ദുനിയാവിലുണ്ട്. എന്ത് ചെയ്ത് കണ്ടാലും അമ്മനെ കൊണ്ടത് ഇതിൻ്റെ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല. കുറേ എണ്ണം രാവിലെ എഴുന്നേറ്റ് വായി നോക്കിയിരിക്കുന്നുണ്ടാവും. 2 വട്ടന്മാർ ദേ ഓടിപ്പോണം എന്ന് നോക്കി ചിരിക്കും. മിക്കവാറും നമ്മളെല്ലാം ആ കാറ്റഗറി വരുന്ന ആൾക്കാർ. നമ്മളൊന്നും ചെയ്യത്തില്ല. ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് 24 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും? കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ മനസ്സ് തന്നെ പ്രത്യേകമായിരിക്കും. അവൻ ആരിലും ഒരു നന്മ കണ്ടെത്താൻ പറ്റാതെ മുരടിച്ചു. ഓക്കെ, നമ്മളെപ്പോഴും പ്ലേസിങ് ആയിരിക്കണം, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അല്ലേ? കൊറോണ വന്നപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല. കൊറോണയൊക്കെ ചിലപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങൾ പലർക്കും വന്നിട്ട് പോയിട്ടുണ്ടാവും, അറിയത്തില്ലല്ലോ. നിങ്ങളുടെ ബോഡിയുടെ അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അങ്ങനെ ടെസ്റ്റ് സർവേ കണ്ടക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവരെയൊക്കെ ബോഡിയിലുണ്ടാകുന്ന പവർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കൊച്ചു പനിയായിട്ടൊക്കെ ചിലപ്പോൾ അത് കടക്കുമ്പോഴാണ് അത് ഇഷ്യൂ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ഇമ്മ്യൂണിറ്റി വ്യവസ്ഥ നിങ്ങൾ ആരെ പേടിക്കണം? ആരെ പേടിക്കണം? പക്ഷെ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കൂടെ നിങ്ങളുടെ സന്തത സഹചാരികളാവണം. സാമൂഹ്യ അകലം, മാസ്ക്, സാനിറ്റൈസർ. ഇത് മതി. നമ്മൾ ഈ ലോകത്ത് എന്നും സുരക്ഷിതരായിരിക്കും. ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയുള്ള സംഭവം. ഇത് 3 ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേറെ സ്ഥലം അന്വേഷിച്ച് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിന് രാവിലേക്ക് ഓടാനൊക്കെ പോകുന്നത് കാണുമ്പോൾ ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. ദേ ആർ ഓൾവേസ് സ്മോക്കിംഗ് ഓർ റെഡിക്യൂളിംഗ് ദം ആൻഡ് ദേ മേ ബി ക്രാക്ക് പീപ്പിൾ. ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ലെഫ്റ്റ്. അവർ ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ചെയ്ത ആൾക്ക് എല്ലാത്തിലും എപ്പോഴും ഒരു നിഴൽ പോലെ ഒരാൾക്ക് മറ്റാൾ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ പിരിയേണ്ട ഒരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലേ? എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ PG വരെ ഒരുമിച്ച് പഠിച്ചെടുക്കുന്നുണ്ട്. അവൻ കോമേഴ്സ് എന്നായത് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവന് കിട്ടിയ ചില റിയാക്ഷൻസുകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കാലം എല്ലാം മാച്ചു കളഞ്ഞു. ഇപ്പം ഞാനൊന്നും ഓർക്കാറൊന്നുമില്ല. അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചില വിഷമങ്ങളുണ്ടായി. കാരണം അത് 10 വരെ പഠിച്ചതല്ല. അല്ലേ? അപ്പോൾ പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു, ഡിഗ്രിക്കും അല്ലെങ്കിൽ MAക്കും അവൻ MCOM ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചു പോയിട്ട് പോലും നമ്മളെ ചില കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാതെ പോകുമ്പോൾ ചില വിഷമങ്ങളുണ്ടാവും. അത് ഒരേ ബെഞ്ചിലിരുന്ന് എന്താണ് 10 വരെ പഠിച്ച തൊട്ടടുത്ത് പഠിച്ച 2 ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയത്തില്ല. കാരണം എൻ്റെ ഭാഗത്തിന് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ എടുത്തു പറയത്തക്ക മിസ്റ്റേക്ക് ഉണ്ടായി തോന്നിയിട്ടൊന്നുമില്ല. എനിവേ ലീവ് ഇറ്റ്. പക്ഷെ ദേ ആർ ഓൾവേസ് ടുഗെദർ. ആൻഡ് ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ലെഫ്റ്റ് ഈറ്റ്. എപ്പോഴും ഒരുമിച്ച് ആഹാരം കഴിക്കുക. ആൻഡ് റാപ്പ് മ്യൂസിക് ഒക്കെ അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ആൻഡ് റാപ്പ് മ്യൂസിക്. ഇതൊക്കെയാണ് അവരുടെ ജീവിതം. ആൻഡ് ഡ്രീംഡ് പോസിറ്റീവ് ബിറ്റ്വീൻ. അല്ലേ? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ബിറ്റ്വീൻ ദം ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻ. ഒരു ബോക്സിംഗ് അല്ല ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മാഗസിൻസ് എല്ലാം
അവരെന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലസ് എ സ്കാർപ്പ് ബുക്ക്. ഈ ബുക്ക് എന്ന് പറയുന്നത്, സ്കാർപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പടങ്ങളൊക്കെ വെട്ടി ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പുസ്തകത്തെയാണ് വിളിക്കുക സ്കാർപ്പ് ബുക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കായിക വിനോദത്തോട് അത്രയും താല്പര്യമുള്ള നമ്മൾ എന്ത് ചെയ്യും, ആ ഫോട്ടോസ് വെട്ടി ഒട്ടിക്കാറില്ല. കൊച്ചിനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കേട്ടോ. ഈ ക്രിക്കറ്റിനോട് ഭയങ്കര ഭ്രാന്തായത് കൊണ്ട് പത്രത്തിൽ ഒരു ക്രിക്കറ്റുകാരൻ്റെ ഫോട്ടോ വന്നാൽ, ക്രിക്കറ്റിൻ്റെ ഫോട്ടോ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ അപ്പത്തിന് വെട്ടിയെടുത്തല്ലേ അവിടെ ഒരു ദൂരമായിട്ട് കിടക്കും. പിന്നെ പത്രം വായിക്കെടുക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ചെയ്ത് വിളിച്ചിട്ടുണ്ട്, എനിക്ക് വൈകുന്നേരം വെട്ടിയെടുത്താൽ പോരെ. എന്നാൽ ആദ്യം കാണുമ്പോൾ വെട്ടിയെടുത്ത് എനിക്ക് ഒട്ടിച്ച് വച്ചില്ലെങ്കിൽ ഒരു മനസ്സമാനം ഇല്ലായ്മ. പിന്നെ ഇതൊക്കെ കുറേ കഴിഞ്ഞെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ക്രൈസൊക്കെ ഉണ്ട് കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് അത് വല്ലാതെ നമ്മൾ വേദനിപ്പിക്കുകയും ചെയ്യും. അല്ല, നിങ്ങൾക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചില ഹോബീസോ അല്ലെങ്കിൽ താല്പര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. ചിലപ്പോൾ സിനിമയോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ആമ്പുള്ളൊക്കെ മിക്കവാറും സിനിമ നടിമാരുടെ ഫോട്ടോ ഇഷ്ടം പോലെ സെലക്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ വലുതാകുമ്പോഴത്തെ കത്തിച്ച് കളയണം ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ. സ്ക്രാപ്പ് ബുക്ക് ഫിൽഡ് വിത്ത് ടോൺ ടിക്കറ്റ്സ്. എവിടെ ബോക്സിംഗ് ഉണ്ടെങ്കിലും പൈസ കൊടുത്ത് പോയത് കണ്ടിരിക്കും. ടിക്കറ്റിൻ്റെ കൗണ്ടർ ഫയലില്ലേ, അത് കളയില്ല, അത് പുള്ളിയുടെ പോക്കറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. നമ്മൾ കണ്ടൊരു മാച്ചിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും, അത് അവർ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു അല്ലേ. ആൻഡ് സം ക്ലിപ്പിംഗ്സ് ഓഫ് ദിയർ ഓൺ. പിന്നെ കുറേ ഫോട്ടോഗ്രാഫുകളും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ. നിങ്ങൾ ഈ ബോക്സിംഗ് കണ്ടിട്ടില്ലേ, റെസ്ലിംഗിന് കണ്ടിട്ടില്ലേ? അപ്പോൾ അത് മിക്കവാറും എലിമിനേഷൻ റൗണ്ടിലൂടെ പലതും പുറത്തു പോകും. അവസാനം രണ്ടുപേരും മാത്രമാണ് എന്ത് ചെയ്യുക, ഫൈനൽ ബോട്ടിംഗ് സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, BOUTS ബൗട്ട്സ് എന്ന് പറയുന്ന ടൈം ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ലെഗ് ബൈ എന്ന് പറയുന്ന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ഗെയിംസുമായി ബന്ധപ്പെട്ട ടൈമുകളിൽ വരുന്ന ഒരു ടൈമാണ് ഇത് ബൗട്ട്സ്. They had been informed that they were to meet each other the division finals that were scheduled for the 7th of August. സംഭവം എല്ലാം പ്രശ്നം. രണ്ടുപേരും പല മത്സരങ്ങളിൽ പങ്കെടുത്തു, പല പ്രൈമറി സ്റ്റേജുകളിലും അല്ലെങ്കിൽ സെക്കൻഡറിയും കോർട്ടിലൊക്കെ പങ്കെടുത്ത് അവസാനം ഫൈനലിൽ വന്നപ്പോൾ രണ്ടാൾക്കാരെ വരുന്നത്. ഈ ഫൈനലിൽ വന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു, ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു. സംഗതി എല്ലാം അല്ലേ. കാരണം ഒരിക്കലും പോലും രണ്ടുപേരും ഫൈനലിൽ വരും എന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ. ആൻഡ് ഈ ഫൈനലിസ്റ്റ് എന്ന് പറയുന്ന ആരൊക്കെയാണ്, ഫെലിക്സും ആരും തന്നെയായിരുന്നു, ഈ അന്റോണിയും തന്നെയായിരുന്നു. ദാറ്റ് ഇസ് ദി സിറ്റുവേഷൻ അല്ലേ. അത് ഇന്ന് നടക്കാൻ പോകുന്നത് 7th ഓഗസ്റ്റിലാണ് ഇതിന്റെ ഫൈനൽ മാച്ച്. അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷന്റെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്, ഫെലിക്സും പിന്നെ അന്റോണിയുമാണ് എതിരാളികൾ. അതാണ് ഇന്ന കഥയിലെ പ്രത്യേകത. ഓക്കെ, ദ വിന്നേഴ്സ് റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ്. ഈ മത്സരം ജയിക്കുന്ന ആളിന് ബോയ്സ് ക്ലബിന്റെ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് പട്ടം കിട്ടും. ഇതായിരുന്നു അവർ ഏറ്റവും ആഗ്രഹിച്ചിരുന്നതുമായ ഏറ്റവും വലിയ പൊസിഷൻ ഓഫ് ടൂർണമെന്റ്. ദ ടു ബോയ്സ് കണ്ടിന്യൂ ടു റൺ ടുഗെദർ എലോങ് ദ റിവർ ഫാസ്റ്റ് ഡ്രൈവ്. ഇങ്ങനെ സംഭവം അനൗൺസ് ചെയ്ത് പോലും അവർ ശ്രദ്ധിച്ചില്ല. രണ്ടുപേരും റെഗുലറായിട്ട് എന്ത് ചെയ്തു, ആൻഡ് ദേ സ്റ്റാർട്ടഡ് എക്സസൈസിങ് ഓർ ഡൂയിങ് ദ റുട്ടീൻ വർക്ക്. ഏർലി മോർണിംഗിൽ അവർ ഓടാൻ പോകുന്നുണ്ട്, പിന്നെ ജിമ്മിൽ പോകുന്നുണ്ട്, ബോയ്സ് ക്ലബിൽ പോകാറുണ്ട്. അതെല്ലാം യാതൊരു മാറ്റമില്ല എന്ത് ചെയ്തു, കാര്യങ്ങൾ മുന്നോട്ട് തന്നെ എന്ത് ചെയ്തു, നടന്നു പോയി. ബട്ട് ഈവൻ ദെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ ദേ ബോത്ത് സെൻസ്. രണ്ടുപേർക്ക് ഒരു സെൻസ് മനസ്സിൽ ഫീൽ ചെയ്തു. എന്താ സെൻസ് ചെയ്തേ, ആ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യാൻ പറ്റും ചെയ്യുക. ബട്ട് ഈവൻ വെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ, രണ്ടുപേരും തമാശക്ക് പറഞ്ഞിങ്ങനെ പോകുക തന്നെയും, ബോത്ത് സെൻസ് ദേ വാൾ. രണ്ടുപേർക്കും ഒരു ഫീലിംഗ് എന്താണ്, സെൻസ് എ വാൾ ഈസ് റൈസിങ് ബിറ്റ്വീൻ ദം. നമ്മൾ പോലും അറിയാൻ നമ്മുടെ ഇടയിൽ ഒരു വാൾ, ഒരു മതിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അല്ലേ. ദേ റിയലൈസസ്. കാരണം വാൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഈസ് എ ബാരിയർ. നമ്മൾ പഠിച്ചല്ലേ, മെൻറ്റിംഗ് വാളിലും വാൾ കണ്ടു. ഇവിടെ എന്താ, ആരും പ്രതീക്ഷിക്കാതെ വാൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ വളർന്നു വരികയാണ്. ദാറ്റ് മീൻസ് കാരണം രണ്ടുപേർക്കും എന്ത് ചെയ്യണം, ബോത്ത് ഓഫ് ദം ഹാവ് എ മൈൻഡ് ടു ബിക്കം ദ ചാമ്പ്യൻസ്. സോ നമ്മൾ രണ്ടുപേരും ആകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വാളായിട്ട് ആർക്ക് തോന്നിയത്, ഫെലിക്സിനും പിന്നെ ആന്റോണിക്കും ഫീൽ ചെയ്തു. ഓക്കെ,
ഇനി ഈ ഒരു ചിന്താഗതി ഉണ്ടായ ശേഷം അവരെ വർക്കൗട്ടിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അവർ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയെന്ന കാര്യം എന്താണ് മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അമിഗോ ബ്രദേഴ്സ് ഈസ് എ സ്റ്റോറി ഓഫ് വാട്ട് എന്ന് ചോദിച്ചാൽ എന്താണ്, ദ ലെസൺ ഈസ് ദ സ്റ്റോറി, ലെസൺ ടെൽസ് us എ സ്റ്റോറി ഓഫ് എൻഡ്യൂറിങ് ഗുഡ് റിലേഷൻഷിപ്പ്, അല്ലെ, നല്ല ബന്ധങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റോറി ടെൽസ് us ദ സ്റ്റോറി ഓഫ് ടു ബോയ്സ്, ബോത്ത് ഓഫ് ദം ഹാവ് സെയിം ആംബിഷൻ ഇൻ ദിയർ ലൈഫ്. They born, eat, slept, done everything all time together. So they were not only friends, they were great. എന്താണ് ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരെ പോലെ, ബ്രദേഴ്സിനെ പോലെ ആയിരുന്നു പരസ്പരം കാണുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്തു. Things become some more complicated when there comes an announcement. Antonio and Felix were the finalists. They are going to fight each other for the cup. ഇത് രണ്ടുപേരെയും വല്ലാത്തൊരു മാനസികമായ ധർമ്മസങ്കടത്തിലാക്കി. അവൻ എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം, അവനെ അടിച്ചിടണം എന്ന ചിന്ത രണ്ടുപേർക്കും വല്ലാതെ ഹോണ്ട് ചെയ്യപ്പെടുകയും ദേ സെൻസ്, അതിനെ ലിറ്ററലി പറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഇതാണ്. ദേ സെൻസ് വാട്ട്, നമ്മൾ നേരത്തെ വായിച്ചേ, ദേ ബോത്ത് സെൻസ് ദേ വാൾ റൈസിങ് ബിറ്റ്വീൻ ദം. രണ്ടുപേരും വാൾ വരുന്ന കാര്യം, അല്ലെങ്കിൽ എന്തോ ഒരു തടസ്സം വന്ന കാര്യം അവരെന്ത് ചെയ്തു, റിയലൈസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡും തേർഡും പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും. ഓക്കെ, തൽക്കാലം ഇത്രയും കൊണ്ട് ഇന്നത്തെ കാര്യം നടക്കട്ടെ. നടക്കണം, വായിക്കണം. ഇതൊക്കെ നമ്മളില്ല റെക്കോർഡഡ് ഓഡിയോ കേൾക്കുന്ന പോലെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പഠിക്കണം എന്നൊരാഗ്രഹം നമ്മളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളോട് എന്ത് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും നല്ലപോലെ കോപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളിൽ ഒരു സാമൂഹികത ഉണ്ടാവണം. നിങ്ങൾ നല്ല സാമൂഹിക ജീവിയെ മാറണം, നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളായി തീരണം. ഇതൊക്കെയാണ് ഈ ലെസൺ നമ്മെ പഠിപ്പിക്കുന്ന മോറൽ വാല്യൂസുകൾ. ഓക്കെ, തൽക്കാലം ഇപ്പോൾ ഞാൻ നിർത്തുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. Okay? Thank you very much.